ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 ക്ലയൻസ് വരും. അവരെ ഒന്ന് മീറ്റ് ചെയ്യണം. ഓക്കെ സർ. അപർണ, വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിക്കുകയാണെന്ന് വിചാരിക്കരുത്. അപർണ എന്തോ ഡിസ്റ്റർബ്ഡ് ആയതുപോലെ തോന്നുന്നു. ഒന്നുമില്ല സർ, ഒരു ഡിസ്റ്റർബൻസും ഇല്ല. ഞാൻ ഹാപ്പിയാണ്. എന്നെ കണ്ടിട്ട് വിഷമം പോലെ തോന്നുന്നുണ്ടോ സാറിന്? ജസ്റ്റ് അങ്ങനെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ കരുതി എന്തെങ്കിലും ഫാമിലി പ്രോബ്ലം. ബാലുവിനെയും കാണുന്നില്ല. രാജിക്കത്ത് അവന്റെ കയ്യിലല്ല, അവളുടെ കൈ തന്നെ ഇത് കൊടുക്കണം. വലിയ സിഇഒ അല്ലേ, അവൾ തന്നെ വേണം രാജി അംഗീകരിക്കാൻ. അപ്പോ അപർണ ഫുള്ളി ഹാപ്പിയാണ്. സാർ ഒരു കോമഡി പറഞ്ഞു നോക്കിയാൽ മതി, ഞാൻ ചിരിക്കാം. ബാലു, സർ വീഡിയോ കോൺഫറൻസ് എത്ര മണിക്കാന്നാ പറഞ്ഞേ? 12:30. ഓക്കെ. സൈൻ ചെയ്തോളൂ ബാലു. സൈൻ ചെയ്യുന്നില്ല. എന്തായത്, ലീവ് ആപ്ലിക്കേഷൻ ആണോ? ഇതൊന്നും സാങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അത് ശരി, ഒരു നുള്ളു പോലും എന്നെ മൈൻഡ് ചെയ്യാതെയല്ലേ സംസാരിക്കുന്നത്. അപ്പൊ ഞാനെന്തിന് രാജിവെക്കണം? ലീവ് വേണ്ട. എന്താ ഇത്? ഇതൊരു ഓഫീസാണ്. ഓഫീസിന്റെ ചിട്ടയൊക്കെ പാലിക്കണം. ലീവ് തന്നിട്ട് പിടിച്ചു വാങ്ങിക്കണം. മെമ്മോ അടിച്ച് തരേണ്ടതാ. നമ്മുടെ സ്റ്റാഫ് ബാലുവിന്റെ അമ്മയാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും. അതുപോലെ നമ്മുടെ സിഇഒയുടെ മദർ ഇൻ ലോയും. ഒരുപാട് ആളുകള് ഈ നല്ല അമ്മയുടെ കൈപുണ്യം ഓരോ ദിവസവും അറിയുന്നുണ്ട്. നാട്ടിലെ ഏറ്റവും മികച്ച പാചകക്കാരി കൂടിയാണ് സുധാമണി എന്ന ഈ അമ്മ. അമ്മയ്ക്ക് നമ്മുടെ കമ്പനിയുടെ ഒരു കുഞ്ഞു സമ്മാനം കൊടുക്കണം. എനിക്ക് സമ്മാനൊന്നും വേണ്ടപ്പാ, എനിക്കൊന്ന് വീട്ടിലെത്തണം. അമ്മ, അങ്ങനെ പോവാൻ പറ്റില്ല. ഇത് കമ്പനിയുടെ തീരുമാനാ അല്ലേ സർ? ഓഫ് കോഴ്സ്. ഈ സമ്മാനം നമ്മുടെ സിഇഒ അപർണയും ബാലുവും ചേർന്ന് സുധാമണിക്ക് നൽകും. ബാലു വരൂ. ബാലുവിന് നാണോ ആണെന്ന് തോന്നുന്നു. എന്നാ പിന്നെ കമ്പനി MD-യും കമ്പനി സിഇഒയും ചേർന്ന് കൊടുക്കട്ടെ. അപർണ വരൂ. സർ, നീ വരാൻ വൈകിയപ്പോ ഞാൻ കരുതി എന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലാന്ന്. ഇപ്പോ അച്ഛന് സമാധാനായി മോനെ. അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? അച്ഛനൊന്നും സംഭവിക്കില്ല. അച്ഛൻ വന്നേ, എനിക്ക് നമുക്ക് ആശുപത്രി പോവാം. വേണ്ട, ഇല്ല മോനെ. ഡോക്ടർമാർക്ക് അച്ഛനെ രക്ഷിക്കാൻ പറ്റില്ല. പറഞ്ഞില്ലേ, ദൈവം പോലും കൈവിട്ടു. ഒന്നോർത്താ ജീവിക്കാൻ ഞാൻ അർഹനുമല്ല. പ്ലീസ് അച്ഛാ, അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ അമ്മയെ വിളിക്കാം, നമുക്ക് ആശുപത്രി പോവാം. വേണ്ട മോനെ, സുധയോടൊന്നും പറയണ്ട. അച്ഛനോട് ഇഷ്ടമുണ്ടെങ്കിൽ അമ്മയെ ഒന്നും അറിയിക്കരുത്. അച്ഛന് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ അച്ഛാ? അച്ഛൻ എന്താ പറയാനുള്ളത്?
അതാ അവിടെ ഇരിക്കുന്ന ആ പൊതി ഇങ്ങെടുത്തേ. ആ. ആ തുറക്ക്. മോനു വേണ്ടി അച്ഛന്റെ ചെറിയൊരു സമ്പാദ്യാണ്. ഒരു ചെറിയ വീടും കുറച്ച് സ്ഥലവും അതിന്റെ രേഖകളാ. നിനക്ക് വേണ്ടി അച്ഛൻ കരുതി വെച്ചതാ. എനിക്ക് വീടും പണമൊന്നും വേണ്ട, എനിക്ക് അച്ഛനെ മതി. പറയട്ടെ മോനെ, എന്റെ മോൻ അമ്മയെ നന്നായി നോക്കണം. അവള് പാവമാണ്. സുധയോട് പറയണം അച്ഛൻ അമ്മയെ ഹൃദയം നിറഞ്ഞാ സ്നേഹിക്കുന്നതെന്ന്. അതുപോലെ മോൻ കീർത്തനെ വിവാഹം ചെയ്ത് സുഖമായി ജീവിക്കണം. അച്ഛാ പ്ലീസ്, അങ്ങനെയൊന്നും പറയാതിരിക്ക അച്ഛാ. ആ, ഒരു കാര്യം കൂടി, ആ വെള്ളം ഇങ്ങെടുത്തേ. ആ. ഇതാ അച്ഛാ വെള്ളം. നിന്റെ കൈകൊണ്ട് എനിക്കിത്തിരി വെള്ളം കുടിക്കണം. അവസാനത്തെ അപേക്ഷയാ. അങ്ങനെ അവസാനത്തെ ആഗ്രഹമാണെങ്കിൽ ഞാൻ ഈ വെള്ളം തരില്ല. മോനെ, അല്ല, ഞാൻ അങ്ങനെ മരിക്കുന്നതല്ല. പക്ഷേ എനിക്ക് നിന്റെ കൈകൊണ്ട് വെള്ളം കുടിക്കണം. ആശുപത്രി കൊണ്ടുപോയി എനിക്ക് വേണ്ടി കാശ് കളയണ്ട. അഥവാ എന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ സിറ്റി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ ദിനേശിനെ കണ്ടാ മതി. ഡോക്ടർ, അച്ഛനെ രക്ഷിക്കണം. കാശൊക്കെ എങ്ങനെയെങ്കിലും റെഡിയാക്കി തരാം. അച്ഛന് എങ്ങനെയുണ്ട് ഡോക്ടർ? ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. അയ്യോ ഡോക്ടർ, എനിക്ക് എന്റെ അച്ഛനെ വേണം. എനിക്ക് എന്റെ അച്ഛനെ വേണം. അവസ്ഥ വളരെ ഗുരുതരമാണ്. അറിയിക്കേണ്ടവരെ അറിയിക്കാമെന്നുള്ള ഘട്ടത്തിലായിപ്പോ. ഡോക്ടർ, അങ്ങനെ പറയരുത്. അങ്ങനെ പറയല്ലേ ഡോക്ടർ, പ്ലീസ്. ഇനി ഒരു വഴിയുണ്ട്, അത് തന്റെ കയ്യിലാണ്. താൻ വിചാരിച്ച ഒരു അത്ഭുതം നടക്കും. ഞാൻ എന്ത് ചെയ്യണം? പറ. എന്റെ അച്ഛനെ വേണ്ടി ഞാൻ എന്തും ചെയ്യും ഡോക്ടർ. പറ ഡോക്ടർ. മൂർത്തിക്ക് ബോൺമാരോ ചെയ്യണം. അതെന്താ ഡോക്ടർ? എനിക്ക് അതെന്താണെന്ന് അറിയില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. കാര്യങ്ങൾ മനസ്സിലായല്ലോ. അച്ഛനൊപ്പം താനും അഡ്മിറ്റ് ആവണം. തന്റെ ബ്ലഡ് സെൽസ് അച്ഛന് പുതിയ ജീവൻ നൽകും. സമ്മതമാണോ തനിക്ക്? സമ്മതമാണോന്നോ? ഇതിലും വലിയ സന്തോഷം എനിക്ക് എന്ത് കിട്ടാനാ ഡോക്ടർ? ഞാൻ എന്ത് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞാ മതി. ഞാൻ അതനുസരിക്കാം. ദേ, ഇതൊന്ന് വായിച്ചു നോക്കി ഇതിലൊന്ന് ഒപ്പിട്ടേക്ക്. എനിക്ക് വായിച്ചു നോക്കിയൊന്നും വേണ്ട ഡോക്ടറെ. സത്യം പറഞ്ഞ കിരൺ മോനെയും വീട്ടുകാരെയും ഇങ്ങോട്ടൊന്ന് വിളിക്കണമെന്ന് കരുതാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി. എന്താ ആന്റി, പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷം? വിശേഷം എന്തെങ്കിലും ഉണ്ടായാൽ മാത്രമേ കിരൺ ഇവിടെ വരാവുന്നുണ്ടോ? ആ മോളെ, ദേ കിരൺ. ഞാൻ പറയായിരുന്നു, ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയപ്പോ സന്ദീപ് അങ്കിൾ ഇങ്ങോട്ട് വിളിച്ചു. നീ ഇവിടെ ഇരിക്കുമോളെ. സർ, ഞാനിവിടെ നിന്നോളാം. ഇരിക്കും മോളെ. ഓഫീസിൽ നിങ്ങൾ തൊട്ടടുത്തൊക്കെയല്ലേ ഇരിക്കുന്നേ? അതെ, ഓഫീസിൽ ഞാൻ അങ്ങനെ തന്നെ ഇരിക്കും. ആന്റി, എവിടെ ഇരിക്കണം എന്നുള്ളതൊക്കെ അവരവരുടെ തീരുമാനമല്ലേ? എന്തായാലും കിരണിന്റെ മുന്നിൽ വെച്ച് ഞങ്ങളൊക്കെ നിർബന്ധിച്ചതല്ലേ. മോളിരിക്ക്. ഇതെന്താ പറഞ്ഞു പറഞ്ഞൊരു സംഭവമാക്കാണല്ലോ. എല്ലാരോടും നിർബന്ധിച്ചിരുത്തുന്ന എന്തിനാ? ഇരിക്കപ്പോ ഇവിടെ. അങ്ങനെ എന്നെ ആരും കമാൻഡ് ചെയ്യണ്ട. എനിക്കിരിക്കാൻ പറ്റില്ല. ഇനിയും നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെച്ചാ ഞാൻ പോലീസിനെ വിളിക്കും. സുധാമണി,
മൂർത്തി സാറിന് വേണ്ടി സാഗർ എന്തും ചെയ്യാൻ നിൽക്കുക. സാഗറിന്റെ സമ്മതമാണെങ്കിൽ പിന്നെ സുധാമണി ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. ഈശ്വര, എന്റെ മോൻ. സുധാമണി വിഷമിക്കാതെ, ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ. വിഘ്നേശ്വര, നീയും എന്നെ കൈവിട്ട് കളഞ്ഞല്ലേ. ഒക്കെ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഒരാളോട് പറഞ്ഞു എന്ന് വെച്ച് വേറുള്ളവരോട് പറയാൻ പാടില്ലേ? എനിക്കറിയണം എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന്. ഇയാള് പറയുന്നത് കേട്ടാ ഞാനെന്തോ കുറ്റം ചെയ്ത പോലെ തോന്നുമല്ലോ. കുട്ടിയുടെ ഫാദറിൻലോയെ രക്ഷിക്കാൻ നോക്കുന്നു. അതാ ഇവിടെ സംഭവിക്കുന്നത്. ജീവന് വേണ്ടി പൊരുതുക കൃഷ്ണമൂർത്തി. കുറെ കാലമായി എന്റെ ചികിത്സയില്ല. ബോൺമാരോ നടത്തണം. അതിന് മാച്ച് ചെയ്യുന്ന ബ്ലഡ് വേണം. പുള്ളിയുടെ മകൻ വില്ലിംഗ് ആണെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ അത് ചെയ്യുന്നു. ഇപ്പൊ ക്ലിയർ ആയല്ലോ. കൃഷ്ണമൂർത്തിയുടെ കയ്യില് ട്രീറ്റ്മെന്റ് ഹിസ്റ്ററി ഉണ്ട്. ആർക്ക് വേണമെങ്കിലും അത് ചെക്ക് ചെയ്യാം. എനിക്കും കൂടെ ഒന്ന് കാണാൻ പറ്റും ആ ഡീറ്റെയിൽസ്? പറഞ്ഞില്ലേ, പേഷ്യന്റിന്റെ കയ്യിലുണ്ട്. സുധാമണിയുടെ ഭർത്താവ് നിങ്ങളുടെ അമ്മാവനല്ലേ? ചോദിച്ചു വാങ്ങി നോക്കൂ. അദ്ദേഹം നിങ്ങളത് കാണിക്കുന്നില്ലെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. പിന്നെ സാഗറിനെ സംബന്ധിച്ച് അത് സാഗറിനോട് ചോദിക്കൂ. ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ടാണോ ഇതിന് സംഭവിച്ചതെന്ന് സാഗറിന് ഓർമ്മ വന്നിട്ടുണ്ട്. ചെന്ന് കണ്ട് ചോദിക്കും. ഇതിൽ കൂടുതൽ ഇനി ഒന്നും പറയാനില്ല. ആവശ്യമില്ലാതെ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. അമ്മ വാ, നമുക്ക് സാഗറിനെ കാണാം. എന്താ മോളെ, എന്തൊക്കെയാ ഞാൻ കാണുന്നത്? സാഗറിന് ശരിക്കും എന്താ സംഭവിച്ചത്? അമ്മ, കൃത്യമായി പ്ലാൻ ചെയ്ത് എന്തോ ചില നീക്കങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതുറപ്പാ. എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോ ഒരു ചതി തന്നെ സംഭവിച്ചിട്ടുണ്ട്. ആ ഗണേഷ് മാമ, ഒരു മിനിറ്റ്. എന്താ മോളെ? എന്താ ശരിക്കും സംഭവിച്ചേ? സാഗറിന്റെ വിളിയൊക്കെ കേട്ടാ ഞങ്ങൾ അങ്ങോട്ട് ചെന്നത്. ആ തളർന്നു കിടക്കരുത് മൂർത്തിയേട്ടൻ. ആ, ചോരയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ചോര പോലെ എന്തോ ആണെന്ന് തോന്നുന്നു. ചോര പോലെ എന്തോ ആണെന്നോ? അതെന്താ ഗണേശ? മൂർത്തിയേട്ടന്റെ വായി നൊലിച്ച ചോര എന്റെ കയ്യിൽ വീണു. ഞാനത് തുടച്ചപ്പോ എന്തോ ചോര പോലെ തോന്നിയില്ല. ആ, ചോര പോലെ തോന്നിയില്ലെന്നോ? മോളെ, ഞാൻ പറഞ്ഞില്ലേ അന്ന് ആ മുണ്ടിൽ കണ്ട ചോരക്കറ. ഞാനത് സംശയം പറഞ്ഞായിരുന്നു. അന്നല്ലേ എന്നെ കൊല്ലാൻ നോക്കി. ഈ അവസരത്തിൽ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് സുധാമണി. എന്താ ഗണേശ? സുധാമണിയുടെ മുന്നിൽ വെച്ച് എനിക്ക് അപർണമ്മളോട് മാപ്പ് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ വെച്ച് ഇപ്പൊ ചെയ്യുക. മോളെ, എനിക്ക് മാപ്പ് തരണം. എന്താ ഗണേഷ് മാമ, എന്നോട് മാപ്പ് ചോദിക്കോ? എന്തിന്? സുധാമണി, അന്ന് നിങ്ങൾ വന്ന് എന്നോട് ചോദിച്ചില്ലേ ഒരു രാത്രിയില് ഞാൻ മൂർത്തിയേട്ടന്റെ കൂടെ ഉണ്ടായിരുന്നോന്ന്? അതെ. ഗണേശൻ മാമൻ എങ്ങനെ അറിഞ്ഞു അച്ഛന് നെഞ്ചുവേദനയാണെന്ന്? ഞാനല്ലേ മൂർത്തിയേട്ടനെ കൂട്ടിരുന്നത്. ഗണേശ മാമ അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി 9 മുതൽ വെളുപ്പംകാലത്ത് 6 മണി വരെ ഞാൻ അവിടെ ഇരുന്നു. അന്ന് ഞാൻ മൂർത്തിയേട്ടന്റെ മുറി പോയിട്ടില്ല. എന്നെ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാ. ഈശ്വര, അതെ സുധാമണി, നിങ്ങള് എന്നോട് ചോദിച്ചപ്പോഴേ അറിയായിരുന്നു മൂർത്തിയേട്ടൻ എന്തോ കുടുക്കിക്കൊണ്ട് എത്തിച്ചു എന്ന്. അമ്മേ, ഇപ്പൊ എങ്ങനെയുണ്ട്? ആശ്വാസമുണ്ട് മോളെ. അമ്മേ, ഞാൻ പോയിട്ട് നാളെ വരാം. അമ്മ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം. ഞാൻ ഇറങ്ങട്ടെ? ഭാര്യ
ബാലു അല്ലേ മോളെ അത്? ഏയ് അവിടെ ആരുമില്ലമ്മേ. ബാലു അവിടെ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. അവള് മനഃപൂർവ്വം എന്നെ കളിയാക്കാൻ നോക്കിയതാ. സുധാമണി, നീ വന്നു അല്ലേ? ഞാൻ കരുതി നീ എന്നെ തിരിഞ്ഞു നോക്കില്ല എന്ന്. എന്തായാലും നിനക്ക് വിശ്വാസമായല്ലോ അല്ലേ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന്? എനിക്കത് മതി. സത്യമാണെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ എന്നെ ഇടിച്ചു കൊല്ലാൻ ആളെ അയക്കുമായിരുന്നില്ലേ? എന്താ സുധാമണി? നിങ്ങളൊരു കുഴപ്പക്കാരനാണെന്ന് ഇടയ്ക്ക് തന്നെ ഞാൻ മനസ്സിലാക്കിയതാ. പക്ഷേ ഇങ്ങനൊരു പരമ ദുഷ്ടനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ചതിയോ സുധാമണി? ഞാൻ എന്നിട്ട് ഞാൻ ആ ചോര കുടിക്കും. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ സുധാമണി? നീ എന്തൊക്കെയാ ഈ പറയുന്നത്? നിങ്ങളുടെ ചോരയല്ലേ സാഗർ? നിങ്ങളുടെ മകൻ അച്ഛാന്നും വിളിച്ച് നിങ്ങളുടെ പുറകെ നടന്ന അവനെ നിങ്ങൾ ചതിച്ചില്ലേ ദുഷ്ടം? സുധാമണി, എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. തന്റെ ഒരു ക്ഷമ എല്ലാം കേട്ടു. ഞാൻ ഡോക്ടർക്ക് കൊടുത്ത കൈക്കൂലിയുടെ വലുപ്പം ഞാൻ കണ്ടു. താൻ രക്ഷപ്പെടൂല, ഒരു കാലത്തും രക്ഷപ്പെടൂല. കോടികളുടെ നടുവിലിരുന്നിട്ടാ താൻ ഈ പാവം കോളനിയിൽ താമസിക്കുന്ന എന്നോടും മക്കളോടും ഈ ചതി കാണിച്ചത്. ഇവിടെ തനിക്ക് വിവാഹമോചനം വേണമായിരുന്നെങ്കിൽ അത് പറഞ്ഞാ മതിയായിരുന്നല്ലോ. എന്തിനാ ഈ നാടകം കളിച്ചത്? താൻ മനുഷ്യനാണോ അത് മൃഗോ? എന്നോട് ചെയ്തത് ഞാൻ സഹിക്കും, പക്ഷേ ഈ എന്റെ മക്കളോട് ചെയ്തത് ഞാൻ ഒരിക്കലും പൊറുക്കൂല. നീയെല്ലാം കേട്ടല്ലേ? ഞാൻ കേട്ടതല്ല, ദൈവമായിട്ട് എനിക്കെല്ലാം കേൾപ്പിച്ചു തന്നതാ. താലി കെട്ടിയതിന്റെ അടുത്ത ദിവസം മുതൽ താൻ എന്നെ കണ്ണീര് കുടിപ്പിച്ചു തുടങ്ങിയതാ. ജയിലിൽ കിടന്ന ശേഷം കാണാതായപ്പോ എങ്ങോട്ടോ പോയി തൊലഞ്ഞെന്ന് ഞാൻ ആശ്വസിച്ചു. ബാലുവിന്റെ കല്യാണത്തിന് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. എല്ലാം കലങ്ങി തെളിഞ്ഞെന്നും ദൈവം എന്റെ കൂടെ നിന്നെന്നും ഞാൻ ആശ്വസിച്ചു. അമ്മ, അമ്മ, ഞാനാ ഇത്. അമ്മ ഇത് എങ്ങോട്ട് പോവാ? വിയർത്താകെ നാശമായല്ലോ. വന്നേ, വന്ന് കാറി കയറ്. ഇല്ല, മോള് പൊയ്ക്കോ. ഞാനില്ല, ഞാൻ ഒരു സ്ഥലത്തേക്കും ഇല്ല. അമ്മേ, ഞാനാ വിളിക്കുന്നേ. അമ്മ വന്നേ. ഇല്ല, ഞാൻ വരുന്നില്ല എന്നല്ലേ പറഞ്ഞു. അമ്മയും കൊണ്ടേ ഞാൻ പോവും. അമ്മ ഇങ്ങോട്ട് വന്നേ. മോള് പറഞ്ഞതൊക്കെ ശരിയായിരുന്നു. മോള് പറഞ്ഞതാ ശരി. ചതി പറ്റിപ്പോയല്ലോ മോളെ. നമുക്ക് സംസാരിക്കാം അമ്മ, എല്ലാം സംസാരിക്കാം. അമ്മ വാ, ഒന്ന് കാറി കയറ്. ഇല്ല, മോളുടെ ദേഹത്തെ തൊടാനോ അടുത്തിരിക്കാനോ ഒന്നും എനിക്ക് അർഹതയില്ല. അമ്മ, എനിക്കെന്നല്ല എന്റെ മക്കൾക്കും അർഹതയില്ല. അതൊക്കെ നമുക്ക് സംസാരിക്കാമേ. അമ്മ വന്നേ, ഒന്ന് കാറി കയറ്. വേണ്ട മോളെ, വാ അമ്മേ. വേണ്ട മോളെ. അമ്മ വാ. അമ്മ ഇതാ. പോകാം.
ഭാര്യയോടൊപ്പം കണ്ടുവെന്ന് മോള് പറഞ്ഞത് എത്രമാത്രം സത്യായിരുന്നു. ഷർട്ട് അലക്കിയപ്പോ ആ ചോരക്കറ പെട്ടെന്ന് മാഞ്ഞു തുടങ്ങിയപ്പോഴാ എനിക്ക് സംശയം തോന്നിയത്. ഇപ്പതാ കാര്യങ്ങളെല്ലാം വ്യക്തമായി. ആ ചതിന് 2 അല്ല 2000 മുഖങ്ങളുണ്ട്. ഞാനും എന്റെ 3 മക്കളും അയാളുടെ മുഖംമൂടിയിൽ അങ്ങ് വിശ്വസിച്ചു. ദുഷ്ടൻ. സ്വന്തം ചോരയിൽ പറന്ന കുഞ്ഞുങ്ങളാണെന്ന കരുണ പോലും കാണിച്ചില്ലല്ലോ. പാവ സാഗറും ബാലവും മീനാക്ഷിയൊക്കെ ഇയാളിൽ അങ്ങ് വീണ് കഴിഞ്ഞു. എങ്ങനെയുണ്ട് അച്ചപ്പോ? കുഴപ്പമില്ല മോനെ. എന്തായാലും 1 മാസത്തെ വിശ്രമം വേണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അമ്മ എവിടെ? അമ്മ പോയി ഏട്ടാ. അതാ അച്ഛനാകെ വിഷമിച്ചിരിക്കുന്നത്. അമ്മ ഇത് എവിടെ പോയിന്നാ? അമ്മ അച്ഛനെ വഴക്കു പറഞ്ഞു. എന്റെ കാര്യം പറഞ്ഞാ വഴക്കുണ്ടാക്കിയത്. മക്കളെ, നിങ്ങളതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എന്റെ ജീവിതം ഇങ്ങനെയായി പോയി. അച്ഛൻ പ്രയാസപ്പെടല്ലേ, ഞങ്ങളുണ്ട് അച്ഛന്റെ കൂടെ. അമ്മ പക്ഷെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അമ്മയ്ക്ക് ഇത് എന്തു പറ്റി? അപർണേച്ചി അമ്മയെ ബ്രെയിൻ വാഷ് ചെയ്തു. അമ്മയ്ക്ക് അപർണേച്ചി പറയുന്നത് വേദവാക്യം. അച്ഛനെ കുറിച്ച് എത്രമാത്രം കഥകൾ അപർണേച്ചി പറഞ്ഞത്. അന്ന് പറഞ്ഞത് അറിയില്ലേ, അച്ഛന് വേറെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരച്ഛനെ കാണാൻ വേണ്ടി വന്നു, അച്ഛൻ അപർണേച്ചെ കൊല്ലാൻ വരെ നോക്കിന്ന് പറഞ്ഞു. ഓട്ടമോളെ, അതൊന്നും പറയണ്ട. അപർണ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് അമ്മയ്ക്ക് എങ്ങനെ പോവാൻ പാടുണ്ടോ? അച്ഛൻ അമ്മയെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്ത് കാര്യങ്ങൾ? സാഗറെ, വേണ്ട, അതൊന്നും ഇനി പറയണ്ട. ഡിസ്ചാർജ് ആയ ഞാൻ മറ്റെങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അതിന്റെ ബുദ്ധിമുട്ട്. ഡേ അച്ഛാ, ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ബുദ്ധിമുട്ടോ? ആർക്ക് ബുദ്ധിമുട്ട്? അമ്മയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളെ പോലുള്ള മക്കളെ തന്നതിന് ഞാൻ എത്ര ദൈവത്തോട് നന്ദി പറഞ്ഞാലും മതിയാവില്ല. അച്ഛനെ പോലെ ഒരു അച്ഛനെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യ. ആ, സമയമായി. നിങ്ങൾ ഇനി പൊയ്ക്കോളൂ. ഒന്നാമത് വീട്ടിൽ സുധേ ഒറ്റയ്ക്കേ ഉള്ളൂ. നിങ്ങൾ ചെന്നോളൂ മക്കളെ. ഇല്ല അച്ഛാ, ഞങ്ങളും കൂടി ഇവിടെ നിൽക്കാം. ഏയ്, വേണ്ട വേണ്ട, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ. ഏട്ടനും മീനാക്ഷിയും പൊക്കോ, എന്നാ ഞാൻ ഇവിടെ നിൽക്കാം. എന്നാ നമുക്ക് പോയാലോ മീനാക്ഷി? മോളെ, എന്താ അച്ഛാ? അച്ഛന്റെ കുറച്ച് മുഷിഞ്ഞ വസ്ത്രങ്ങളുണ്ട്, അതൊന്ന് വാഷ് ചെയ്യാൻ പറ്റുമോ? അമ്മയെ കുറിച്ച് അന്ന് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ? എന്താ മോനെ, ഞാൻ നിന്നോട് കള്ളം പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ കരുതിയില്ല. അച്ഛനെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എനിക്കാകെ മടുത്തു മോനെ, ജീവിതമേ മടുത്തു. അച്ഛാ പ്ലീസ് അങ്ങനെ പറയല്ലേ, ഞങ്ങളൊക്കെ ഉണ്ട്. അതെനിക്കറിയാം. പക്ഷേ സുധാമണിയുമൊത്തുള്ളൊരു ജീവിതം ഇനി ശരിയാവില്ല. ഒന്നുകിൽ ആത്മഹത്യ, അല്ലെങ്കിൽ വിവാഹമോചനം. രണ്ടിലൊന്നേ നിവൃത്തിയുള്ളൂ. അയ്യോ വേണ്ട അച്ഛാ, അതൊന്നും വേണ്ട. വേണം മോനെ, രണ്ടിലൊന്ന് വേണം. വിവാഹമോചനം വാങ്ങുക നിങ്ങൾക്കൊരു ക്ഷീണമായിരിക്കും. അതുകൊണ്ട് ആത്മഹത്യ തന്നെ ചെയ്യാം. അച്ഛാ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോവേ? കണ്ടോ, നിനക്കിഷ്ടമില്ലാതെ വന്നപ്പോ നീ എങ്ങോട്ടെങ്കിലും പോകുന്നു പറയുന്നു. അതുപോലല്ലേ ഞാനും. എനിക്കൊരു ജീവിതം ഇഷ്ടമല്ലെങ്കിൽ ഞാനും പോകും മോനെ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അച്ഛന്റെ ഡിവോഴ്സ് വേണ്ടി വന്നാ നിങ്ങൾ കൂടെ നിൽക്കണം. അല്ലെങ്കിൽ അച്ഛൻ ഈ ഭൂമിയിൽ നിന്ന് പോവും, ഉറപ്പാ. ഞാൻ കരുതി തന്നെയാണ്.
മോനെ ചായ? എനിക്കൊന്നും വേണ്ട. വേണ്ടേ? വേണ്ടെങ്കി വേണ്ട. സന്തോഷം. എന്നെ എന്താ കളിയാക്കുവാണോ? കളിയാക്കേ? ആര് കളിയാക്കി? ഞാൻ കാര്യമായിട്ട് തന്നെ ചെയ്തതാ. നിനക്ക് വേണ്ടെങ്കി നീ കഴിക്കണ്ട. മുമ്പ് ചായയും പലഹാരവും വേണ്ടാന്ന് പറഞ്ഞാലേ കഴിക്കടാ കുടിക്കടാന്ന് പറഞ്ഞ് പുറകെ നടക്കുമായിരുന്നു. അതൊക്കെ അങ്ങ് പണ്ടത്തെ സുധാമണി. ഇപ്പോ സുധാമണി നൈസായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഞാൻ സമനില തെറ്റി നിൽക്കുക. തെറ്റണമല്ലോ. തടിമിടുക്ക് ഭാര്യയോട് തീർത്തോനല്ലേ നീ? ഒരു കാരണവുമില്ലാതെ ആ പാവത്തിന്റെ കാരണത്തെ അടിച്ചവനല്ലേ നീ? അപ്പൊ സമനില തെറ്റും, ഉറപ്പായിട്ടും തെറ്റും. അപ്പു ഇവിടെ ഇല്ലാത്തോണ്ടല്ലേ? എന്താ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് കേട്ടില്ല? കേട്ടില്ലെങ്കിൽ ചെവി ഒന്ന് ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണേ. എന്തായാലും ഒന്നുകൂടി പറയാം, അപ്പു മോൾ ഇവിടെ ഇല്ല. അതാണ് നിന്റെ പരവേശത്തിനൊക്കെ കാരണമെന്ന്. അവള് വീട്ടിൽ പോയിന്ന് വെച്ച് എനിക്കെന്താ? എനിക്കൊന്നുമില്ല. ഒച്ചോടാ. എടാ, നീ ഇപ്പൊ ഇവിടെ ഇരുന്ന് ആലോചിച്ച് തന്നെ അപ്പുനെ കുറിച്ചല്ലേ? രാവിലെ ഉണരുന്നതും രാത്രി ഉറങ്ങുന്നതും ഒക്കെ അപ്പൂനെ ആലോചിച്ചിട്ടല്ലേ? നീ നേരത്തെ പറഞ്ഞില്ലേ സമനില തെറ്റി നിൽക്കാന്ന്? ആ സമനില തെറ്റിയത് അപ്പൂനെ കാണാഞ്ഞിട്ടല്ലേ? എടാ, ഭാര്യയ്ക്ക് പൊന്നും പണവും ഒന്നും കൊടുക്കണ്ട. കുറച്ച് സ്നേഹം അത്രമാത്രം മതി. അവളെ മനസ്സിലാക്കണം, അവളെ തിരിച്ചറിയണം. എടാ, നീ അപ്പൂനെ തല്ലി. ആണിന്റെ മസിലിന് പെണ്ണിന്റെ മസിലിനേക്കാൾ ശക്തിയുണ്ട്. നിന്നേക്കാൾ ബലമുള്ള ഒരാള് നിന്നെ തല്ലിയ നീ അത് കൊണ്ടേ പറ്റൂ. അപ്പോ അത്രേ ഉള്ളൂ തല്ലിന്റെ മനഃശാസ്ത്രം. കയ്യൂക്ക് വെച്ച് പെണ്ണിനെ തോൽപ്പിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ മനസ്സുകൊണ്ട് നീ ഒന്ന് മത്സരിച്ചു നോക്കും. തീരുമാനം എടുക്കുന്നതും അത് നടപ്പിലാക്കുന്നതും ഒരു പ്രശ്നം നേരിടുന്നതും അതിനെയൊക്കെ വെച്ച് മത്സരിച്ചു നോക്ക്. അപ്പോ അറിയാം ആര് ജയിക്കും. എടാ, എന്റെ മുഖത്ത് നോക്കി പറ, ഈ നിമിഷവും നീ ആഗ്രഹിക്കുന്നില്ല അപ്പുനെ ഒന്ന് കാണാൻ? നീ ആഗ്രഹിക്കും അവളെ കാണാൻ വേണ്ടി, അവളോടൊന്ന് സംസാരിക്കാൻ വേണ്ടി. നീ അപ്പുന്റെ പുറകെ നടക്കും, കെഞ്ചു, കാല് പിടിക്കും. ഇതൊക്കെ സംഭവിച്ചിരിക്കും. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, പണ്ടത്തെ സുധാമണിയല്ല ഇന്നത്തെ സുധാമണി. നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കില് എനിക്ക് നിങ്ങളെയും വേണ്ട. അപ്പൂന് ടെൻഷൻ കൊടുക്കണ്ട, ഒക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. ആന്റി, കാര്യങ്ങൾ നമ്മളിൽ ഒതുങ്ങി നിൽക്കണം. കിരൺ, ഞാൻ ഉറപ്പ് തരുന്നു, അപർണ ഇനി ബാലുവിനോടൊപ്പം പോവില്ല. അപർണ നിനക്ക് തന്നെയാ. വീട്ടുകാര് തമ്മിലൊന്ന് കാണണം, കുറെ കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. അതെ, അപ്പൂന് ഇനി വഴക്കൊന്നും പറയണ്ട. പകരം ബാലു അപ്പൂനെ കാണാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. ഈ പരിസരത്തെങ്ങാനും അവൻ വന്ന അവൻ പിന്നെ ജീവനോടെ തിരികെ പോവില്ല. സന്ദീപ് അങ്കിൾ പറഞ്ഞതുപോലെ അവൻ അപ്പൂനെ കാണാൻ വന്ന ജീവനോടെ പോവരുത്. അത് കിരൺ പേടിക്കണ്ട. അവൻ ഇവിടെ വന്ന സന്ദീപേട്ടൻ പറഞ്ഞതുപോലെ പിന്നെ അവൻ തിരിച്ചു പോവില്ല. ശരി,
പരസ്യമൊക്കെ കൊടുത്ത് വിവാഹ വർഷം ആഘോഷിക്കുകയാണല്ലേ? എല്ലാം നശിപ്പിച്ചു. എന്നെ മക്കളെ വേണ്ടല്ലേ? ഞാൻ ദേ ഇപ്പൊ അങ്ങോട്ട് വരും. നീ ഇത് എന്തറിഞ്ഞിട്ട് എന്നോട് ഷൗട്ട് ചെയ്യുന്നത്? ആ പത്രം എന്റെ കയ്യിലുണ്ട്. ഇത് ഞാനല്ല കൊടുത്തത്. ഞാനും ഞെട്ടിയിരിക്കുക. ഏട്ടനല്ലേ പരസ്യം കൊടുത്തത്? എനിക്ക് ഭ്രാന്തുണ്ടോ? ഞാൻ എങ്ങനെ പരസ്യം കൊടുക്കും? അവളിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങാനല്ലേ എന്റെ നീക്കം. അതിനിടയിൽ ഞാൻ എങ്ങനെയാ പരസ്യം കൊടുക്കുന്നേ? പിന്നെ ഈ പരസ്യം ആരാ കൊടുത്തേ? ചിലപ്പോ സാഗറോ മീനാക്ഷിയോ ഒക്കെ കൂടിയായിരിക്കും കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് അവർക്കറിയില്ലല്ലോ. എനിക്കാകെ വട്ട് കയറുക. ഇങ്ങനെ പരസ്യം കൊടുത്തിട്ട് ഇനി എങ്ങനെ ഡിവോഴ്സ് ചോദിക്കുന്നേ? നീ ഒന്ന് സമാധാനപ്പെട്, നമുക്ക് വഴി ഉണ്ടാക്കാം. എന്നാ ശരി. അല്ല, അത് അച്ഛൻ പരസ്യം കൊടുത്തു, എന്നിട്ട് അത് തുറന്ന് സമ്മതിക്കാനോ അച്ഛന് മടി. എന്തായാലും ഞാനൊരു കേക്ക് വാങ്ങിക്കൊണ്ട് വരാൻ പോവാ. നമുക്ക് ഇവിടെ വെച്ച് കേക്ക് കട്ട് ചെയ്യാം. എന്താ? അത് കൊള്ളാം, അത് പൊളിക്കും. ഇപ്പൊ അമ്മ ദേഷ്യം കാണിച്ച് നിൽക്കുകയാണെങ്കിലും നമുക്ക് അമ്മയെ കൂടെ വിളിക്കാം. അമ്മ വരൂന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, ഷർട്ടൊക്കെ അലക്കാൻ കൊടുത്തപ്പോ തന്നെ അമ്മയ്ക്ക് ദേഷ്യായിരുന്നു. അതെ, ഒന്നും വേണ്ട, കേക്കും വേണ്ട, സുധാമണിയെ വിളിക്കുകയും വേണ്ട. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. മറിക്കട. ഇതെന്താ ഇത്? കേക്ക്. മൂർത്തിയേട്ടന്റെ വലിയ മനസ്സ് എനിക്ക് ഇപ്പോഴാ മനസ്സിലായേ. ഓ, പത്രത്തിലെ ഈ പരസ്യം കണ്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഞാൻ മൂർത്തിയേട്ടനെ ഒരു പരുക്കൻ മനുഷ്യനായിട്ടാ ഇതുവരെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത്രയും ലോലമായ മനസ്സാണ് മൂർത്തിയേട്ടന്റെ മനസ്സെന്ന് ഞാനത് ഇപ്പോഴാ മനസ്സിലാക്കിയത്. ഞാൻ പുണ്യവതിയ, ഭാഗ്യവതിയ. എന്റെ സന്തോഷത്തിന് വേണ്ടി ഞാനൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കളുടെ മുന്നില് നമുക്കത് കട്ട് ചെയ്യാം മൂർത്തിയേട്ടാ. നമ്മുടെ ജീവിതത്തിലെ മനോഹരമായ ദിവസമല്ലേ ഇത്? വേണ്ട വേണ്ട വേണ്ട, ഇതൊന്നും ഇവിടെ പറ്റില്ല. ഒരു സന്തോഷല്ലേ അച്ഛാ, നമുക്ക് കേക്ക് മുറിക്കാം. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോനെ. അല്ല പിന്നെ ഹേയ്, അതൊന്നും ശരിയാവില്ല. അച്ഛൻ പരസ്യം കൊടുത്തതല്ലേ, എന്തിനാ കൊടുത്തേ? എന്തായാലും കേക്ക് മുറിക്കാച്ചാ. അങ്ങനെ ചോദിക്കും മോളെ. എന്നെ ഒരുപാട് ആക്ഷേപിച്ച ആളാ ഈ നിൽക്കുന്ന നിങ്ങളുടെ അമ്മ. എന്നെ ഒരുപാട് അപമാനിച്ചു, അപവാദം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങ് വേണ്ട. എന്താ മൂർത്തിയേട്ടാ ഇത്? ഞാൻ തെറ്റ് സമ്മതിക്കുന്നു. കുറ്റം ചെയ്യാത്ത ആരാ ഈ ഭൂമിയിലുള്ളത്? ആരും തെറ്റ് ചെയ്യും. ഞാൻ മൂർത്തിയേട്ടനെ ഒരുപാട് വേദനിപ്പിച്ചു. അതിനൊക്കെ പ്രായശ്ചിത്തം പോലെയാ ഞാനിവിടെ നിൽക്കുന്നത്. ഹലോ, പത്രപരസ്യത്തിന് പിന്നിലെ ആളെ കിട്ടി. ആരാ അത് ചെയ്തത്? അവൾ തന്നെ, സുധാമണി. സുധാമണിയോ? പറഞ്ഞില്ലേ, എല്ലാ കാര്യങ്ങളും അവൾ അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോ ഒന്നൊന്നായി പകരം വീട്ടുകയാ. ബുദ്ധിപരമായി കുടുക്കിലാക്കാൻ നോക്കുകയായിപ്പോ. ഇതാ ഇപ്പൊ കേക്ക് വാങ്ങി വന്ന് എന്റെ മുന്നിൽ വെച്ച് കട്ട് ചെയ്തു. പിള്ളേരെ കൊണ്ട് കൈയടിപ്പിക്കുകയും ചെയ്തു. വലിച്ചെറിയാത്തതാ അവളുടെ മുഖത്തേക്കത്? പറഞ്ഞില്ലേ, അപ്പോൾ കുട്ടികളുണ്ടായിരുന്നു. അവളുടെ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്ത് കണ്ടിട്ടാണ് അവളുടെ ചാട്ടമൊന്ന് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, കൃഷ്ണമൂർത്തിയെ പോലുള്ള ഭർത്താക്കന്മാർക്കെതിരെ ഈ രീതി തന്നെ പ്രതികരിക്കണം. ആ അമ്മേ, പിന്നെ വേറൊരു കാര്യം. എന്താ മോളെ? ആദർശിനെ കുറിച്ചുള്ള സൂചനകൾ കിട്ടിയിട്ടുണ്ട്. ആണ് മോളെ? 2 ദിവസത്തിനുള്ളിൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അമ്മേ, അവൻ കുഴപ്പക്കാരനാ. പക്ഷെ മോളെ, മീനാക്ഷിക്ക് അവനെ കുറിച്ച് നല്ല അഭിപ്രായമാണല്ലോ. അതാണ് അമ്മേ അവന്റെ മിടുക്ക്. എന്തായാലും അമ്മ ഒരു ദിവസം വരണം. അതിനിടയ്ക്ക് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ആ, നമ്മുടെ മൂർത്തി അണ്ണനെ ഇന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. ആണോ അമ്മേ? അതെ മോളെ, മൂർത്തി അണ്ണൻ ഇന്ന് വീട്ടിൽ വരുമ്പോ
ഒരടിപൊളി സ്വീകരണം കൊടുക്കാനുള്ള ഒരുക്കത്തിലാ ഞാൻ. എന്ത് സ്വീകരണം? അതൊക്കെ ഉണ്ട്. ഞാൻ ഗണേശനെയൊക്കെ ഒന്ന് കാണുന്നുണ്ട്. ശരി മോളെ, വെക്കട്ടെ എന്നാ. ഓക്കെ ഓക്കെ അമ്മ. ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ നടക്കട്ടെ. അടുത്ത എന്താന്ന് നമുക്ക് രാത്രി ചർച്ച ചെയ്യാം. ഓക്കെ. എന്റെ കാര്യം തന്നെ നോക്ക്. സുധാമണിയെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പൊ എനിക്കെതിരെ ഓരോ ആരോപണങ്ങൾ കൊണ്ടുവരുന്നു. ഇപ്പൊ ഇതാ എന്നെ ആക്ഷേപിക്കാൻ വേണ്ടി ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കുന്നു. വിവാഹ വാർഷികം, ജന്മദിനം അങ്ങനെയൊക്കെ സംഘടിപ്പിക്കുന്നു. ഇതൊക്കെ എന്നെ കളിയാക്കാനാ. എനിക്ക് നിങ്ങളോട് ഒരപേക്ഷയുണ്ട്. സാഗറിനോട് ഞാനിതൊക്കെ പറഞ്ഞിരുന്നു. സാഗറിന് ഇതൊക്കെ കുറച്ച് മനസ്സിലായിട്ടുമുണ്ട്. എന്താച്ചാ? ഇങ്ങനെ ജീവിച്ച് മടുത്തു പോലെ ഞാൻ. നിങ്ങളൊക്കെ കൂടി ശ്രമിച്ച് എനിക്കൊരു വിവാഹമോചനം വാങ്ങിത്തരണം. അയ്യോ അച്ഛാ, അതൊന്നും വേണ്ട അച്ഛാ. അതെ, ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട. സാഗറും ഇത് തന്നെ പറഞ്ഞു. പക്ഷെ മക്കളെ, ഇപ്പൊ ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരില്ല. എന്ന് വെച്ചാൽ ഞാൻ ഈ ഭൂമിയിൽ തന്നെ കാണില്ല. അച്ഛൻ എന്നോട് ഇങ്ങനെയൊക്കെ തന്നെയാ പറഞ്ഞത്. ഞാൻ സത്യം പറയാ മക്കളെ, എന്നേക്ക് പോയി പോകാൻ ഞാൻ എല്ലാ ഒരുക്കങ്ങളും നടത്തി കഴിഞ്ഞു. സാഗറിനറിയാം അതൊക്കെ. അച്ഛാ, അച്ഛന്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വരട്ടെ, കുറച്ച് ദിവസം കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ. ആരോഗ്യമൊക്കെ ഒന്ന് തിരിച്ചു കിട്ടട്ടെ. എന്നിട്ട് ഞങ്ങൾ തന്നെ അമ്മയോട് സംസാരിക്കാം. അത് മതി. നിങ്ങളൊരു ഉറപ്പ് തന്നാ മതി. ഡിവോഴ്സ് വാങ്ങിത്തരുമെന്ന് നിങ്ങൾ ഉറപ്പ് തന്നാൽ മാത്രം മതി. എനിക്ക് സന്തോഷമായി മോനെ. അച്ഛനെ ഇനി ബുദ്ധിമുട്ടിക്കരുതെന്ന് ഞാൻ എന്തായാലും അമ്മയോട് പറയാം. ശക്തമായിട്ട് തന്നെ പറയാം. ഇപ്പൊ തന്നെ അത് പറഞ്ഞേക്കാം. അച്ഛൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. നിങ്ങൾ വാ.